എന്നെ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ കംപ്ലൈന്റ് അടി വഴക്ക് അതിലോട്ട് പിന്നെ അങ്ങ് പോകും ആ ഒരു തീർച്ചയായും. വേറെ അമ്മ വേറെ, മക്കള് വേറെ, സഹോദരങ്ങൾ വേറെ, ഹസ്ബൻഡ് വേറെ, ഇവർക്കെല്ലാം ഓരോ ഐഡന്റിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ദേഷ്യം എൻ്റെ കുട്ടിയോട് ഞാൻ കാണിച്ചിട്ട് അവള് ചോദിച്ചു ഞാൻ നാണം കെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരിക്കലും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ലല്ലോ. അതായത് ഒരു ചെറിയ ശതമാനം ബിരുദം എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഒരു ഭാര്യ കാരണം ഒരുപാട് സഫറിങ് ഉള്ള ഭർത്താക്കന്മാരുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിന് ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആരുടെ അടുത്താണ് പോയി അഭയം പ്രാപിക്കുന്നത്? പതിനഞ്ച് വർഷത്തെ ഫാമിലി ആൻഡ് മാരേജ് കൗൺസിലിങ്ങിൽ പ്രാവീണ്യം അർപ്പിച്ച ആലുവ സ്വദേശമാക്കി പ്രവർത്തിക്കുന്ന അജനീസ് മോട്ടിവേഷണൽ ക്ലൂസിൻ്റെ ഫൗണ്ടറായ അജനി ഫിലിപ്പ് കോശി ആണ് ഇന്ന് നമ്മളുടെ സ്പാർക്ക് ടോക്സിലുള്ളത്. നമസ്കാരം അജനി, വെൽക്കം ടു സ്പാർക്ക് ടോക്സ്. നമസ്കാരം. ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം ചോദിക്കാനുള്ളത്, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു സൈക്കോളജിസ്റ്റിന് ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആരുടെ അടുത്താണ് പോയി അഭയം പ്രാപിക്കുന്നത്? നല്ല മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, വിഷമം വരും അല്ലേ? ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ട്. നമുക്ക് ദേഷ്യം വരും, വിഷമം വരും, എല്ലാം കൂടി കൂടിക്കലർന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. നമ്മളൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളൊരു 3-4 ക്ലയൻസിൻ്റെ ആയിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോ സൈക്കോളജിസ്റ്റാണ് കേട്ടോ. ഞാനൊരു 5 പേരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കേൾക്കുന്നത് വിഷമങ്ങൾ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും. സന്തോഷം വളരെ കുറവായിരിക്കും. സന്തോഷം മാത്രമാണെങ്കിൽ നമ്മുടെ അടുത്ത് എത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കേട്ട് കഴിയുമ്പം ചിലതെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു വിങ്ങലായിട്ട് തോന്നും. കാരണം എല്ലാവരും ഇപ്പം എനിക്കൊരു വിഷമമുണ്ട്, ഞാൻ അതേപോലെ നീതുവിനോട് പറയുമ്പം നീതുവിനും അതേപോലെ മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമാണ് അതിനെ നമുക്കൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബെസ്റ്റ് ലിസണറിൻ്റെ ആണ് ആവശ്യം. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നും. അപ്പോൾ എന്നാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം, നമ്മുടെ ഫാമിലി ബാലൻസ് ചെയ്യണം, പ്രൊഫഷൻ ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കേട്ട് വിഷമത്തോടെയും ദേഷ്യത്തോടെയൊക്കെ ചെന്ന് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇതിപ്പം പറയാൻ എളുപ്പമാണ്. ഇത്രയും ഒരു പ്രശ്നങ്ങൾ കേട്ട് ആൾക്കാരുടെ സ്ട്രെസ്സും കരച്ചിലും ദേഷ്യവും പൊട്ടിത്തെറികളും ഇതെല്ലാം കണ്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ശാന്തരായി നമ്മൾ ഇരിക്കണം എന്ന് പറയും. പക്ഷെ ആ പറച്ചിൽ വീട്ടിൽ വരുമ്പോൾ പലപ്പോഴും നടക്കാറുണ്ടോ? തീർച്ചയായിട്ടും പറ്റില്ല. നമ്മൾ അതായത് ഒരിക്കലും പ്രൊഫഷനും ഒരു ഫാമിലി ലൈഫുമായിട്ട് ഒരിക്കലും, അതായത് നമ്മളൊരു പ്രോപ്പർ ബാലൻസ് നമുക്ക് വേണം. അതിനെ ഒന്ന് കൂട്ടിക്കലർത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. നമ്മൾ ഫാമിലിയിലാവുമ്പം നമ്മൾ അവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പം ഫാമിലിയിൽ എനിക്ക് ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഹസ്ബൻഡിന് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കണം, എൻ്റെ 2 കുട്ടികൾക്ക് പ്രാധാന്യം ഞാൻ കൊടുക്കണം, അവരുടെ പഠനത്തിൽ ഞാൻ ശ്രദ്ധിക്കണം, വീട്ടിലെ ജോലി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു ജസ്റ്റ് ലൈക്ക് പ്രഷർ കുക്കർ പോലെയാണ്. പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ഈ പിരിമുറുക്കമൊക്കെ മാറാൻ നമ്മളും എന്താ ചെയ്യുന്നത്? എനിക്ക് വളരെ വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സാണുള്ളത് എന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കാരണവശാലും നമുക്ക് വേറെ ഒരാളോട് പറയാൻ പറ്റില്ല. കാരണം എന്തോരം വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പം നീതു എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നീതു എന്തോരം വിശ്വാസത്തോടു കൂടിയാണ് എന്നോടൊരു കാര്യം പറയുന്നത്. അപ്പം ഞാനത് വേറെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പക്ഷെ എൻ്റെ ഉള്ളിലെ വിഷമം, ഞാൻ അന്നേരം അനുഭവിച്ച വിഷമം എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഒരു മനുഷ്യൻ്റെ വിഷമവും 100% മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലെ സന്തോഷവും സങ്കടവും സ്വപ്നവും ദേഷ്യവും അസൂയയും ഇതെല്ലാം അവരിലുള്ളിൽ മാത്രമാണ്. നമ്മൾ ആരും അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. എങ്കിൽ കൂടിയും ചില വിഷമങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്കൊരു നെയ്ബറുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിരുന്ന് ഒരു കോഫി കുടിച്ച് ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പം നമുക്ക് മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആവും. പിന്നെ എൻ്റെ അമ്മയോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കുറച്ചുകൂടെ എനിക്ക് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ അതെ, തീർച്ചയായിട്ടും നമ്മൾ അഡ്വൈസ് എടുത്തേ പറ്റുള്ളൂ. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഒരു സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരാളൊരു വിഷമം വരുമ്പോൾ സാരമില്ല പോട്ടെ,
എന്ന് പറയുന്നതല്ല സൈക്കോളജി. അത് മാത്രം പോരാ. തീർച്ചയായിട്ടും അത് ആർക്കും പറയാം, സാരമില്ല പോട്ടെ, ഒരു വിഷമം, ഇത് നാളെ അങ്ങ് ശരിയാകും. അതല്ല സൈക്കോളജി. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കൊടുത്താൽ മാത്രമാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യത്തുള്ളൂ. മനസ്സിലായി. അപ്പോൾ ചില എന്തെങ്കിലും ഐഡിയാസ് വേണ്ട വരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അത്, കാരണം ഓരോ മനുഷ്യരും യുണീക്കാണ്. ഓരോ മനുഷ്യരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ എനിക്ക് നീതുവിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ പല ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ശരി ആ പ്രോബ്ലം നമ്മൾ നോക്കും. നമ്മൾ ഹോംവർക്ക് ചെയ്യും. നമ്മൾ ഇന്നൊരു ക്ലയൻറ്റ് വന്നു, നമ്മളോട് സംസാരിച്ചു, അങ്ങ് പോയി, നമ്മുടെ ബാധ്യത അവിടെ തീരുമല്ല. നമ്മളവിടെ ഹോംവർക്ക് ചെയ്യും. അവർക്ക് എങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്ന ചിന്തയാണ് ആദ്യം നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, ഈ ഷെയറിങ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് നമ്മളുടെ സ്ട്രെസ് വന്നു, നമുക്കൊരു ടെൻഷൻ വന്നു, നമ്മൾ വന്നു, അതിനെ ഒരു ചെറിയൊരു പാമ്പറിങ് ഫീലിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഷെയർ ചെയ്തു. അതല്ലാതെ ഈ ഒരു സ്ട്രെസ് വെന്റ് ഔട്ടിന് വേണ്ടി എന്തെങ്കിലും ഒരു റുട്ടീൻ ചെയ്യാറുണ്ടോ? അതായത് എക്സസൈസ് പോലെയുള്ള, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇപ്പം നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുന്നതല്ലാതെ ഈ ഇപ്പം ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാൻ ചെല്ലുമ്പം അവർ അവൈലബിൾ ആകണം എന്നില്ല. ഫോണിലാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. സങ്കടപ്പെട്ട് ചെല്ലുന്ന ഉടനെ നമ്മളൊരു ആശ്വാസം കേൾക്കാൻ നോക്കി ഇരിക്കുന്ന ഉടനെ നമുക്ക് ആ സാഹചര്യം ചിലപ്പോൾ നടക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് റിലീഫ് മെക്കാനിസം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു റുട്ടീൻ അജിനി ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ എന്തെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ടച്ച് ഭയങ്കര പ്രാധാന്യം. നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, അപ്പോൾ സാരമില്ല പോട്ടെ എന്നാരെങ്കിലും ഒരാൾ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ സ്പേസിൽ എത്തിയ പോലെ ഒരു ഫീലിംഗ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിഷമിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികം ദേഷ്യം നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന്, അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, മദർ ഇൻ ലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മ, ആരും ആയിക്കോട്ടെ, നമ്മളോട് ചോദിക്കുക എന്താ നിന്റെ മൂഡ് ഇന്ന് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ബാ എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് ടച്ച് ചെയ്യുമ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മറന്നു പോകും. ഇന്നത്തെ കാലത്ത് നമുക്ക് മറ്റൊരാളിൽ ആശ്രയം തേടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം നീതു പറഞ്ഞതുപോലെ എപ്പോഴും അവർ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജേർണൽ എഴുതാം. ഇറ്റ്സ് എ ബെസ്റ്റ് വേ. നമ്മളത് ഫോളോ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പാട്ട് കേൾക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമുക്കിപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാട്ടുകൾ കേൾക്കാം. ഇനി ഇത് രണ്ടുമല്ല, നമുക്ക് നമ്മുടേതായ ഒരു ഹോബി കണ്ടെത്തണം. അപ്പം എല്ലാവരും നമ്മളോട് പറയുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുമ്പോൾ വരെ ജോലിയാണ്, പിന്നെ എവിടുന്ന് എങ്ങനെ സമയം കണ്ടെത്താനാണ് ഹോബി? അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് പ്രിപ്പയർ ചെയ്ത്. കാരണം ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഫാമിലിക്കകത്തുള്ളതാണ്. എനിക്കും ചില സാഹചര്യങ്ങളിൽ എങ്ങനെ ഈ ചില പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് എനിക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. കൺസൾട്ടേഷൻ ഇല്ലാതെ ഇതിനകത്ത് ഇപ്പം ആക്ച്വലി ഞാൻ ഇരിക്കുകയാണെന്നും കൂടെ കൂട്ടിക്കോളും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചോദ്യം. അതായത് നമ്മുടെ ഒരു റുട്ടീൻ, നമുക്ക് പാട്ട് കേൾക്കാം. അതായത് ഒരുപാട് പേർക്ക് ഇതുപോലൊരു സംശയമുണ്ട്, ഇല്ലാത്ത സമയത്ത് ആരും ഒരു ഷെയർ ചെയ്യാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതൊന്ന് വെൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് അതായിരുന്നു പറഞ്ഞത്. നമുക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവരുണ്ട് വീട്ടിൽ. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക മാക്സിമം. രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പാർട്ട്ണർ ലൈഫിൽ എക്സ്പെക്റ്റേഷൻ, അതായത് ഒരു പാർട്ട്ണറിൽ നിന്ന്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. അതായത് ഇപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് തന്നെ എടുക്കാം. ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നു, അപ്പം എന്നെ വന്ന് ഒന്ന് എന്താണെന്ന് ചോദിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിരിക്കുന്നുണ്ട്, നമ്മളടുത്ത് ഇങ്ങോട്ട് പറയാണ്, ബാ നമുക്കൊന്ന് പോയി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊരു ഡ്രൈവിന് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്കൊരു മൂവി കാണാൻ പോവാം. അപ്പം ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർ ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന് അത് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ സ്ത്രീകൾ വളരെ സെൻസിറ്റീവാണ് മനസ്സുകൊണ്ട്. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ ഫ്രസ്ട്രേഷൻ്റെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എന്താണ് അജിനിക്ക് കമന്റ്? ഓക്കെ നീതു, നമ്മൾ അതായത് ക്വസ്റ്റ്യൻ ലെങ്തി ആണ്, അപ്പോൾ ആൻസറും ഓഫ് കോഴ്സ് ലെങ്തി ആണ് തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഓരോ മനുഷ്യരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുണീക്കാണ്. ഇപ്പം
എൻ്റെ ഉള്ളിലെ വിഷമം പോലെ ആയിരിക്കില്ല നീതുവിന്റെ ഉള്ളിലെ വിഷമം. ഇപ്പൊ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയിലൊരു പ്രഷറുണ്ട്, വീട്ടിലൊരു പ്രഷറുണ്ട്, എല്ലാം കൂടി നോക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഫാമിലിയിലെ ഒരു ഇപ്പൊ ഹസ്ബൻഡിനോട് എല്ലാം ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹസ്ബൻഡിന് വർക്ക് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അതായത് ഒരു റെസ്പോൺസിബിലിറ്റി രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമാണ് ഒരു ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ എവിടെയാണ് വെന്റ് ഔട്ട് ചെയ്യുന്നതെന്നാണ് നീതുവിന്റെ ചോദ്യം. എക്സ്പെക്ടേഷൻ, ഈ ഒരു എക്സ്പെക്ടേഷനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാം? അതായത് എക്സ്പെക്ടേഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്തില്ല. ഇപ്പം എനിക്ക് ചിലപ്പം സ്ത്രീകൾക്ക് ജനറലി ആണുങ്ങൾക്ക് കൊണ്ട് നമ്മൾ സ്ത്രീകളെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്, അതിലോട്ട് നമുക്ക് വരാം. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ സാധനം ആണുങ്ങൾക്കുണ്ട്. അവർക്ക് ഗതികേട് കൊണ്ട് അവർ പലപ്പോഴും പറയത്തില്ല നമ്മുടെ അടുത്ത്. കാരണം നമ്മളുടെ മൂഡ് സ്വിങ്സ് ഒരുപാട് കൂടുതലായതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും. അപ്പം നമ്മൾ ഈ പലപ്പോഴും എക്സ്പെക്ട് ചെയ്യും, അയ്യോ ഈ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് എന്തുകൊണ്ട് വന്ന് എന്നെ ഒരു മൂവിക്ക് കൊണ്ടുവന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എന്നെ വെളിയിൽ കൊണ്ടുവന്ന് പറയുന്നില്ല. ഇതിങ്ങനെ ഇവരും മിണ്ടത്തില്ല, ഇവരും കമന്റ് ചെയ്യത്തില്ല. കമന്റ് ചെയ്യാതെ വരുന്നുണ്ട്, എന്നെ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ കംപ്ലൈന്റ്, അടി, വഴക്ക്, അതിലോട്ട് പിന്നെ അങ്ങ് പോകും ആ ഒരു സെനറിയോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് സ്ത്രീകൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? പല വഴക്കും തുടങ്ങുന്നത് ഈ ഒരു ചെറിയ കാര്യത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും പ്രതീക്ഷ എന്ന് പറയുന്നത് നല്ല മനോഹരമായൊരു വാക്കാണ്. അതെ, നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും എന്താ? ഒരു പ്രതീക്ഷയാണ്. നാളെ ഞാൻ ഇങ്ങനെ എത്തിച്ചേരും, അല്ലെങ്കിൽ കുറച്ച് എൻ്റെ മക്കൾ ഇങ്ങനെയാവും, അല്ലെ എൻ്റെ ഫാമിലി ഇത്രയും ഇതാവും. അതായത് ആ ഒരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നാളെ എന്നൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ് സ്ത്രീകൾ നമുക്ക് അതായത് ഒരുപാട് ചിന്തകളാണ്. നാളെ ഇനി ദോശയ്ക്ക് കടല വേണോ, സാമ്പാർ വേണോ, കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടോ, നമ്മുടെ ചിന്തകൾ ഇതൊക്കെയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരാളിൽ നിന്നും അമിത പ്രതീക്ഷ വെക്കരുത്. നൈസ് പോയിന്റ്. അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. എല്ലാവരും ഇപ്പൊ നമ്മളെ വന്ന് കൺസോൾ ചെയ്യണം എന്നില്ല. ഇപ്പൊ ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് ചിലപ്പോൾ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നീതുവിന് മനസ്സിലാവണമെന്നില്ല. ഇനി ഞാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിലും എന്നും എൻ്റെ സ്ഥായി ഭാവം ഈ കെട്ടിയോൻ കയറി വരുമ്പോഴത്തേക്ക് ഞാൻ വിഷമിച്ചിരിക്കുന്ന അല്ലെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥായി ഭാവം ആണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം ചോദിക്കും എന്ത് പറ്റി, പിന്നെ അത് യൂസ്ഡ് ടു ആവും, യൂഷ്വൽ തിങ് ആയിട്ട് മാറും. അപ്പം നമ്മൾ ആരായാലും, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, ഒരു ഫാമിലി ലൈഫിൽ അമിത പ്രതീക്ഷ ഒരിക്കലും വെക്കരുത്. അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കുന്ന ലക്ഷണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫിൽ വേണം. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. പിന്നെ അകൽച്ച. ഈ ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? നമുക്ക് ഹസ്ബൻഡിനോടാണ് ദേഷ്യമെങ്കിലും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോടാണ്. ചിലപ്പോൾ ഇൻലോ നമ്മളോടുള്ളൊരു ദേഷ്യം കാരണം, അല്ലെ ഇൻലോ തമ്മിലുള്ള ഇപ്പം മദർ ഇൻലോ ആയിക്കോട്ടെ, ഫാദർ ഇൻലോ ആയിക്കോട്ടെ, ആരായാലും ഇപ്പൊ ചേട്ടനോ ചേച്ചിയോ സഹോദരങ്ങൾ ആരായപ്പോ നമുക്ക് അവരോടുള്ള ഒരു ദേഷ്യം നമ്മൾ തീർക്കുന്നത് എവിടെയാണ്? നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് അവരാലോചിക്കും. നമ്മൾ ചിലപ്പോൾ അടിച്ചു കഴിയുമ്പോൾ അവരാലോചിക്കും അല്ലേ? തീർച്ചയായിട്ടും ചോദിക്കും. അല്ല, അങ്ങനെ ആക്ച്വലി പറഞ്ഞ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി അങ്ങനെ ഒരു ദേഷ്യം എന്റെ കുട്ടിയോട് ഞാൻ കാണിച്ചിട്ട് അവള് ചോദിച്ചു, ഞാൻ നാണം കെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. വന്നിട്ട് എന്റെ അടുത്ത് എന്തിനാ അമ്മ എന്നെ അടിച്ചത്? അപ്പൊ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കും, ശരിയാണല്ലോ, എന്തിനാണ് വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ അടിച്ചതെന്നുള്ളത് പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുണ്ടല്ലോ ഈ അമിത പ്രതീക്ഷ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യും. ഇപ്പൊ നീതു പറഞ്ഞ പോലെ അകൽച്ച ഫീൽ ചെയ്യും. അതായത് എന്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ലാത്തടത്തോളം ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? അപ്പോൾ അതായത് നമ്മൾ സ്ത്രീകൾ പൊതുവേ ഒരു പാമ്പറിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എല്ലാ ഹസ്ബൻഡിനും ഇപ്പോൾ അതേപോലെ നമ്മളെ പാമ്പർ ചെയ്ത് വെക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. അതിന് കഴിയുന്നതാരാ? നമ്മുടെ അപ്പന്. എല്ലാ ഡിവോഴ്സ് കേസിൽ ഇരിക്കുമ്പോഴെന്നല്ലേ എല്ലാവരും പറയുന്ന, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അപ്പൻ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് ആ ഒരു അഡ്വൈസ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്നില്ല. ശരിയാണ്. ഇപ്പൊ എൻ്റെ കേസിലായാലും എനിക്ക് എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പയെ വിളിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ കുറച്ച് ഐഡിയാസ് കിട്ടും. ഞാൻ അതേപോലെ ഇപ്പൊ ഹസ്ബൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് അപ്പ പറഞ്ഞു തരുന്നത് പോലെ ഹസ്ബൻഡിന് ചിലപ്പം പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എപ്പോഴും അപ്പ വേറെ, അല്ലെ ഒരു ഫാമിലി അപ്പ വേറെ, അമ്മ വേറെ, മക്കൾ വേറെ, സഹോദരങ്ങൾ വേറെ, ഹസ്ബൻഡ് വേറെ. ഇവർക്കെല്ലാം ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 കുഞ്ഞുങ്ങൾ, അതിനുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഓർബിറ്റ്സ് ആണ് ഈ പേരൻസ് എന്ന് പറയുന്നത്.
ഇപ്പം ആണെങ്കിൽ നമ്മൾ ഈ അമിത പ്രതീക്ഷ നമ്മൾ വെക്കുമ്പോൾ ഈ ഓർബിറ്റിനെ കൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ മദറിലോ ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ ഫാദറിലോ ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ, എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളും ടാക്കിൾ ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് ഇപ്പം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അപ്പോൾ നാളെ നമുക്ക് തനിയെ ആയാൽ ഒരു അവസ്ഥ വന്നാൽ പോലും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണം. അപ്പോൾ ഈ അമിത പ്രതീക്ഷ എന്ത് ചെയ്യും? നമ്മളെ ഡൗൺ ചെയ്യും. നമ്മൾ ഒരു മെൻ്റലി ടയേർഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമുക്ക് രാവിലെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ്. എന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഇതെല്ലാം ഈ അമിത പ്രതീക്ഷയിൽ നിന്ന് വരുന്നതാണ്. അമിത പ്രതീക്ഷേനേക്കാൾ കൂടുതൽ ഫ്രസ്ട്രേഷൻസിൽ നിന്ന് വരുന്നതാണ്. ഒന്നുകിൽ ഈ പ്രതീക്ഷ തുടങ്ങുമ്പം അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങ് നിർത്തിയേക്കുക, അല്ലെങ്കിൽ ചോദിക്കുക. അതായത് ചിലപ്പോൾ അവര് നമ്മളോട് ചോദിച്ചില്ലെന്ന് വരും. നമ്മുടെ ഇഷ്ടങ്ങള് ആരാ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ തന്നെയാണ്. എനിക്കിപ്പോ മൂവിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, എന്നെങ്കിൽ കാരണം എനിക്കിന്നൊന്ന് മൂവിക്ക് പോകണമെന്നുണ്ട്, സമയമുണ്ടോ? അല്ലാതെ എനിക്കിന്ന് മൂവിക്ക് പോകണം, നിങ്ങൾ റെഡി ആവണം എന്നൊന്നും പറഞ്ഞ കാര്യം നടക്കത്തില്ല. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണം. ഹസ്ബൻഡ് പറയുകയാണ് ഇന്ന് എനിക്ക് സമയമില്ല, നമുക്ക് നാളെ പോവാം. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? മുഖമൊക്കെ വീർത്ത് കെട്ടി കരച്ചിലായി പിഴിച്ചിലായി. ആദ്യമൊക്കെ കരച്ചിലിന് ഒരു ഇമ്പോർട്ടൻസ് അവർ തരും, പിന്നെ അതിനും വാല്യൂ ഇല്ലാതാവും. അപ്പോൾ എപ്പോഴും നമുക്കും ഒരു റെലവൻസ് ഉണ്ട്. നമ്മളത് അതേ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമാണ് ഈ പ്രതീക്ഷകളെ പ്രതീക്ഷയായിട്ട് കാണാനും അമിത പ്രതീക്ഷകളെ അമിത പ്രതീക്ഷയായിട്ട് കാണാനും നമുക്ക് പറ്റുള്ളൂ. ശരി, നല്ലൊരു ഉത്തരവായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷമായ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പണ്ട് മുതലേ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും വണ്ടി കയറി ടാറ്റ പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് ഹാപ്പി മാരീഡ് ലൈഫ്, അല്ലെങ്കിൽ എല്ലാവരും വിഷ് ചെയ്യും. ഈ സന്തോഷമായ കുടുംബജീവിതം എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടോ? ഒരു ദാമ്പത്യ ജീവിതത്തിന് ഒരു സ്ട്രാറ്റജി ഇല്ല, മനസ്സിലായോ? അതായത് എൻ്റെ ഫാമിലി ലൈഫ് പോലെ ആയിരിക്കില്ല നീതുവിൻ്റെ ഫാമിലി ലൈഫ്. നമ്മുടെ രണ്ടും വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മൾ കുറേ തിയറിയൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഒരു കുടുംബജീവിതത്തിലും അത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളൊരു ചൊല്ല് പറയാറില്ലേ, 1000 ലവ് സ്റ്റോറികൾ ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമാണ്, പക്ഷെ എൻ്റെതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മളാണ് ഇത് മോൾഡ് ചെയ്യേണ്ടത്. നല്ലൊരു ഫാമിലി ആവണമെങ്കിൽ അതിലെ ഓരോരുത്തരും വിചാരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാം. ക്വസ്റ്റ്യൻ വിട്ടു പോകണ്ട, അതിൽ തന്നെ നിന്നോ, ഞാൻ ഇടയ്ക്കൊന്ന് ഇന്റർഫിയർ ചെയ്യാം. തീർച്ചയായിട്ടും. ഈ മോൾഡ് ചെയ്യണം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. അതായത് ഒരു നല്ല ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. ആര് ചെയ്യണം, പുരുഷനോ സ്ത്രീയോ? അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് വരുന്നത്? അത് കുഞ്ഞുങ്ങൾ പോയിക്കോട്ടെ, അവിടെ പക്ഷെ ഭാര്യയും ഭർത്താവും ഒരേപോലെ ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമാണ് നല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു പിക്ചർ, നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ നല്ല സുന്ദരമായിട്ടിരിക്കുന്നത് പോലെയുള്ള ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ. അങ്ങനെയുള്ളത് റിയൽ ആയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരു അടിയും ഇടിയും വഴക്കും പിടിയും ഒക്കെ ചേർന്നതാണ് ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. സ്നേഹം മാത്രമേ അവിടെ ഉള്ളെങ്കിൽ അവിടെ എന്തോ കുഴപ്പം. അതായത് അവിടെ ഒരു നല്ല ഫാമിലി ലൈഫ് അല്ല അത്. ഒരു വഴക്കുണ്ടായി, കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു, അല്ലെ ഒരു ദിവസം മിണ്ടാതെ ഇരുന്നു, അതെന്ന് പറയുന്നത് അതൊരു ബാലൻസ്ഡ് ലൈഫാണ്. പക്ഷേ വിട്ടുവീഴ്ചകൾ മാത്രം ഒരാൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ ആദ്യം പറഞ്ഞ പോലെ ആ മെന്റൽ ടയർഡ്നെസ് വരികയാണ്. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇഷ്ടം കുറയാണ്. സംസാരിക്കാനുള്ള ഇഷ്ടത്തിനേക്കാളിലും എന്തും ചെയ്തു കൊടുക്കാൻ പോലും നമുക്കൊരു ഇഷ്ടമല്ലാത്തൊരു ഫീലിംഗ് വരികയാണ്. ഒരു നല്ല കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ, അതായത് തിയറിയിൽ പറയും ട്രസ്റ്റ് വേണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര വിശ്വാസം വേണം. ഇത് തിയറിയാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞാൽ മാത്രമാണ് നീതുവിന് മനസ്സിലാവുന്നത്. അതെ, മനസ്സിൽ വെച്ച് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്. മനസ്സിൽ പലതും ആശ കൊട്ടാരം പോലെ നമ്മൾ മനസ്സിൽ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യും, ഇപ്പൊ അത് ചോദിക്കും, ഇപ്പൊ വരും, ഇപ്പൊ എന്നോട് ചോക്ലേറ്റ് വേണമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പുറത്തോട്ട്. അതെ അതെ. അപ്പം നമ്മൾ
ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ കൊടുത്താൽ മാത്രമാണ് രണ്ടു പേർക്കും മനസ്സിലാവുന്നത്. മൂന്നാമതായിട്ട് നല്ലൊരു ഫിസിക്കൽ ബോണ്ട് ഉണ്ടാവണം. ഒരു ഫാമിലി ലൈഫിന്റെ ബേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ബോണ്ടാണ്. അതൊരു സെക്സ് ലൈഫ് മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളും വർക്ക് ചെയ്ത് ടയേർഡായിട്ടാണ് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അവർ വന്ന് അണിയൻ ഉള്ളി അരിഞ്ഞു തരണം, ഇത് ചെയ്തു തരണം, അല്ലെ പാത്രം ഒന്ന് കഴുകി തരണം എന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും. പക്ഷെ അവിടുന്ന് ചിലപ്പോൾ വന്നെന്ന് വരില്ല, നിഴല് പോലും കാണില്ല, നിഴല് പോലും കാണത്തില്ല. നമ്മുടെ നിഴലും നമ്മുടെ പാട്ടും മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര്, കാരണം നമ്മൾ ചെയ്യുന്ന അത്ര, അതായത് നമ്മുടെ ഒരു മനസ്സിലൊരുണ്ട് നമ്മൾ കറക്റ്റായിട്ട് വൃത്തിയാക്കി വെക്കുന്നത് പോലെ തന്നെ ഇരിക്കണം. ഇവര് ചിലപ്പോൾ വന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം കുളവാക്കി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെല്ലാം വന്ന് കുക്ക് ചെയ്യണം എന്നല്ല, പക്ഷെ കുറച്ചു നേരം നമ്മുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നത്, അതായത് ആ സ്ലാബിൽ കയറി ഇരുന്നിട്ട് കുറച്ചു നേരം വർത്താനം പറയുന്നത്, ഇതൊക്കെ ബോണ്ടിന്റെ ഭാഗമാണ്. രാവിലെ ഡ്രസ്സ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇന്ന് നീ നന്നായിട്ടുണ്ടല്ലോ. സ്ത്രീകളോട് മാത്രമല്ല കേട്ടോ, നമുക്ക് തിരിച്ചും പറയാം. അവര് എന്തെങ്കിലും ഒന്ന് ഷേവ് ചെയ്ത് തരും. തീർച്ചയായിട്ടും നമ്മളെക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് അവരാണ്. നമ്മൾ സ്ഥലം കൊടുക്കുന്നില്ല. കാരണം അവർക്കൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരുഷന്മാർക്കൊരു ബ്രീതിങ് സ്പേസ് തന്നെ കൊടുക്കുന്നില്ല, കംപ്ലൈൻസ് മാത്രമാണ്. അപ്പം നല്ലൊരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി ബേസ്ഡ് അല്ല. നമ്മൾ പ്ലാൻ ചെയ്യാം, നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ തന്നെയാണ്, നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മുടെ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതായത് ഒരേ വേവ് ലെങ്ത് ഉള്ള രണ്ട് മനുഷ്യര് ഭയങ്കരമായിട്ട് ആരും വിട്ടുകൊടുക്കത്തില്ല, ഈഗോ ആണല്ലോ. ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഒരേ വേവ് ലെങ്ത് ഉള്ളവരാകുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾ വിട്ടുകൊടുക്കത്തേ ഇല്ല. അങ്ങനെയല്ല, അതെ നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, എൻ്റെ ഭാഗമാണ് കറക്റ്റ് എന്ന് ആക്കാനാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളിൽ ആ ഈഗോ ഇരിക്കുന്നത് കൊണ്ടാണ്. ആ ഈഗോ ഇല്ലാതെ ഒന്ന് സാരമില്ല പോട്ടെ, സോറി, ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ചിലപ്പോൾ കാണുകയുള്ളൂ. പക്ഷെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലുതാക്കും നമ്മൾ. പിന്നല്ല, ഹറാസ്മെന്റ് ഉള്ള ഫാമിലീസ് ഉണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം സഫർ ചെയ്യേണ്ട ഫാമിലീസ് ഉണ്ട്. തിരിച്ചും ഒരു ഭാര്യ കാരണം ഒരുപാട് സഫറിങ് ഉള്ള ഭർത്താക്കന്മാരുണ്ട്. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? 4 പേരോട് വിളിച്ചങ്ങ് പറഞ്ഞ് നമുക്കൊരു ആശ്വാസം കണ്ടെത്തും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവര് എൻ്റെ ഒരു വീട്ടിലൊരു വഴക്കുണ്ടെങ്കിൽ അവർ അതിൽ തന്നെ നിർത്താൻ നോക്കും. ചിലപ്പോൾ ഒരു ഫ്രണ്ടിനോടൊന്ന് ഷെയർ ചെയ്തു എന്നിരിക്കും. പക്ഷെ നമ്മളോ അങ്ങനെയല്ല. ഒരു ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ നമ്മളൊരു പാച്ചപ്പായി കഴിയും. അതായത് ഇന്ന് അടിനാശം വെള്ളപ്പൊക്കമായിരുന്നു, പിറ്റേന്നാണെങ്കിൽ കുട്ടികൾ നോക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഇവർ ഇന്നലെ വഴക്കുണ്ടാക്കിയവരല്ലല്ലോ. അതിനാണ് ഫിസിക്കൽ ബോണ്ടിന്റെ ഒരു പ്രത്യേകത. പിറ്റേന്ന് നമ്മൾ ഭയങ്കര ഓക്കെ ആയിട്ട് കാണും. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഒരു തിയറി ബേസ്ഡ് പോകാതെ നമ്മൾ കൊടുക്കേണ്ട വിശ്വാസം നമ്മൾ കൊടുക്കണം. നമ്മൾ സംസാരിക്കേണ്ടടുത്ത് നമ്മൾ സംസാരിക്കണം. പിന്നെ എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്പേസും ഹസ്ബൻഡിൻ്റെ സ്പേസും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ലൈഫ് നന്നാക്കി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഈ അജനി പറഞ്ഞ പോലെ ഈ സ്പേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതായത് മീ ടൈം എന്ന് പറയുന്നത്, അവനവന് സ്വന്തമായിട്ട് കുറച്ച് സമയം. അത് സ്ത്രീകളാണ് കൂടുതൽ പറയുന്നത്. കാരണം സ്ത്രീകൾക്ക് അതിന് വ്യാഖ്യാനമുണ്ട്. കാരണം ആണുങ്ങൾ ഓഫീസിൽ പോകുന്നു, അവർ തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും, മൂവിക്ക് പോവും, അല്ലെങ്കിൽ ഓഫീസിൽ ചിൽ ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഇഷ്ടംപോലെ ഫ്രീ സ്പേസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു മീ ടൈം അവർ കണ്ടെത്തുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. സ്ത്രീകളെ സംബന്ധിച്ച് രാവിലെ 4:45 ആവുന്ന ഉടനെ അലാം അടിക്കുന്നത് തൊട്ട് ടപ്പെന്ന് എഴുന്നേറ്റ് തുടങ്ങുകയാണ്. പിന്നെ അവിടെ ഒരു മെന്റൽ അല്ലെങ്കിൽ ഒരു നമ്മളെ ഒന്ന് ട്യൂൺ ചെയ്യാൻ പോലും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് ആ ഒരു ടൈമിന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പൊ ഈ മീ ടൈം എന്ന് പറയുന്ന സാധനം അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും ആ ഒരു സ്പേസിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ കൊണ്ടുവരേണ്ടതും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് അവർക്കാണ് കൂടുതൽ ആവശ്യമെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മളെ ട്യൂൺ ചെയ്യുക എന്നതിനേക്കാളിൽ നമ്മളെപ്പോഴും ബ്രെയിനെ റീവയർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ റീവയർ ചെയ്തുകൊണ്ടിരിക്കണം.
നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് ഉണ്ട്, അത് കറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ബാറ്ററി തീരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ബാറ്ററി മാറ്റും അല്ലേ? പക്ഷേ അതൊരു മെഷീൻ ആയതുകൊണ്ട് നമ്മൾ ചെന്ന് ബാറ്ററി മാറ്റണം. ഒരിക്കലും നമ്മൾ വേറൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്താൽ എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മുടെ മാനസിക നിലയാണ് ബുദ്ധിമുട്ടിലാവുന്നത്. നമ്മൾ ആൻഷ്യസ് തോട്ട്സിലേക്ക് പോകും, നമ്മൾ ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങും, നമുക്ക് ഭയങ്കര ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് സ്ത്രീകൾ തന്നെ പറയുന്നത്, ഞാൻ പണ്ട് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. തീർച്ചയായിട്ടും എനിക്കും ഉണ്ട് പറയാം. ഞാൻ പണ്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു, ഞാൻ പണ്ട് നന്നായിട്ട് എല്ലാവരോടും സംസാരിക്കുമായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ഞാനേ അല്ല. ഒരാളും നമ്മളെ മാറ്റുന്നതല്ല. അതൊരുപാട് എനിക്ക് തോന്നുന്നു ട്രോമയിലോട്ട് പോകുന്ന കേസസും ഒരുപാട്. തീർച്ചയായിട്ടും ഒരുപാട് കേസസ് ഉണ്ട് ട്രോമയിലോട്ട്. ആണുങ്ങളുടെ ഒരു പ്രശ്നമാണോ ഇത് ആണുങ്ങളുടെ ഒരു തെറ്റുകൊണ്ടാണോ ഇങ്ങനെ? അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ലല്ലോ. അതായത് ഒരു ചെറിയ ശതമാനം ചില ഭാര്യമാര് കൂട്ടിലകപ്പെട്ട പോലെ ആകുന്നുണ്ട് എന്ന് കരുതി 90% ആൾക്കാരും ഈ പറയുന്ന സ്ത്രീകളും കൂട്ടിലടക്കപ്പെട്ട പോലെ ആവുന്നതല്ല. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് പിന്നീട് ചെയ്യാം, അതായത് പിന്നീട് ചെയ്യാം. നമ്മളൊരുണ്ടല്ലോ ഒരു കറക്റ്റ് റുട്ടീനിൽ അല്ലെ ഒരു ഷെഡ്യൂളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. നമ്മൾ കണ്ടുവരുന്നത് 40 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യം താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഷെഡ്യൂളിലോട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും, അതെ. നമ്മള് എല്ലാരും പറയും ഞാൻ 3:30 എഴുന്നേറ്റതാ, ഞാനൊന്ന് കിടന്നത് 12:30. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ചോദിക്കും ഈ 11 മണിക്ക് കഴിക്കാൻ ഇരിക്കുന്നവരുടെ പാത്രം കൂടെ കഴുകിയിട്ട് വേണ്ടേ? നമുക്ക് അവരെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു റോൾ എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേക്കുന്ന സമയം മുതൽ ഏതൊരു വ്യക്തിയും ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തെ ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, 2 ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് 21 ദിവസമാണ് ഒരു സൈക്കിൾ, ഒരു ഹാബിറ്റ് ഫോം ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ 21 ദിവസം കൊണ്ട് നമുക്കൊന്നും ആകില്ല. ഒരു 66-67 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ ഒന്ന് ഒരു എന്തൊരു കാര്യമാണെങ്കിലും അത് ഷെഡ്യൂൾ ആക്കി കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു 3 മാസം കൊണ്ട് നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണി പറയുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഭയങ്കര, നമ്മൾ സ്ത്രീകളാണല്ലോ, ആദ്യത്തെ ഒരാഴ്ച അങ്ങ് വെയിറ്റ് ലോസിന്റെ ഭയങ്കര, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ആവും. അപ്പോൾ ഒരു ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. രാവിലെ എഴുന്നേക്കണം, ഇന്ന സമയത്ത് കോഫി. റീൽസ് ഇടുന്ന പോലെയാണ് തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി ഇസ് ദ കീ. എന്തൊരു കാര്യത്തിനും, അത് ഫാമിലി ലൈഫിലായിക്കോട്ടെ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, എന്തിലും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് അതേപോലെ പോകാൻ പറ്റാതെ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ഞാനാണ് സമയം കണ്ടെത്തേണ്ടത് എനിക്ക് വരയ്ക്കാൻ. 24 മണിക്കൂറും കിച്ചണിൽ തന്നെ നിൽക്കേണ്ട കാര്യമില്ല. ഒരു 4 കറി ആയിക്കോട്ടെ, 5 കറി ആയിക്കോട്ടെ, ആ ഒരു കറക്റ്റ് ടൈമിൽ, ഇനിയല്ല 2 കറി ഉണ്ടാക്കുന്നവരായിക്കോട്ടെ, ആ ടൈം ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാനിങ്, തീർച്ചയായിട്ടും പ്ലാനിങ് ഇല്ലാത്തൊരു ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുറെ മടിയായി മാറത്തേ ഉള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും നമ്മളിങ്ങനെ പ്രഷറിലാക്കി നിർത്തണം. കംഫർട്ട് സോണിൽ ഇരിക്കുകയേ ചെയ്യരുത്. കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? നമുക്ക് ഒന്നിനോടും ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷറിൽ തന്നെ. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒരു പവർ ഉണ്ട്. ഞാനത് ചോദിക്കാൻ ഒരു ചോദ്യം തീർച്ചയായിട്ടും നേരത്തെ, അപ്പൊ ഞാൻ അതിന് ആൻസർ പറയാം. അല്ല ഞാൻ അപ്പൊ അതായത് നമ്മളെ തന്നെ പ്രഷറിലാക്കി വെക്കുക. എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, ഒരു ഏകദേശം മോഡലിലാക്കി വെക്കുക. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രശ്നം എന്താ വരുന്നത്? ഫുഡ് എന്തുണ്ടാക്കും? അതെ, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും? ഒരു ഓർഡർ ആക്കി വെക്കേ. തിങ്കളാഴ്ച ദോശ ചമ്മന്തിയാക്ക്, ചൊവ്വാഴ്ച ആ ദോശയുടെ മാവ് എന്തായാലും മാവ് അരച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെ മേടിക്കുന്നതാണെങ്കിൽ കൂടി പിറ്റേന്ന് നമുക്ക് ഇഡ്ഡലി ആക്കാം, ഇഡ്ഡലിയും സാമ്പാറും ആക്കാം. അതിന്റെ അടുത്ത ദിവസം നമുക്ക് അപ്പം ആക്കാം. അത് പാലപ്പം ആയിക്കോട്ടെ, ആ പാലപ്പത്തിന്റെ മാവ് എന്തായാലും ബാക്കി ഉണ്ടാവും. പിറ്റേ ദിവസം റൗണ്ട് അപ്പം ആയിക്കോട്ടെ, അത് കഴിഞ്ഞുള്ള ദിവസം നമുക്ക് പുട്ടാക്കാം. അതിന് ഒരു സൺഡേ എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റൽ ടൈപ്പ് ആക്കാം. ദിവസം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഇപ്പം പള്ളിയിൽ പോകുന്നതിന് മുന്നേ നമുക്കൊരു ഹെവി ഫുഡ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ടോസ്റ്റഡ് ബ്രെഡ്, ഒരു വീട്ടുകാർ അഡ്ജസ്റ്റിംഗ് കൂടെ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അതൊരു സെക്കൻഡ് തിങ് ആണ്. നമ്മളെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൂട്ടി വെക്കുമ്പോഴത്തേക്കായിരിക്കും തീർച്ചയായിട്ടും അല്ലല്ല ചിലപ്പോൾ നമ്മൾ ഈ 11 o'clock ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മീ ടൈമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും വീട്ടിലെ കാരണവര് മീനും പിടിച്ചോണ്ട് വരുന്നത്. സ്ഥിരം പിക്ചർ ആണല്ലോ. ഓഫ് കോഴ്സ്. അപ്പൊ ഈ മീൻ എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് ഈ മീൻ അപ്പൊ നമ്മളോട് ഫ്രഷ് ആയിട്ട് വെക്കണമല്ലോ. മീൻ കറി വേണം,
മീൻ ഫ്രൈ വേണം. കുറച്ച് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് മീൻ കറി വെച്ചിട്ട് നാളെ ഫ്രൈ ചെയ്തോ. എന്നാലും ഇത് മീൻ ക്ലീൻ ചെയ്യണം. അതെ, അല്ലേ? ജോലിയുണ്ട്. അപ്പോഴത്തേക്ക് ഈ നമ്മൾ കാണിച്ചു വെച്ചിട്ട് നമ്മുടെ മീ ടൈം എവിടെ? അതെ, പലപ്പോഴും ഇതാ പ്രശ്നം വരുന്നത്. ഇങ്ങനെ 2 ദിവസം തുടരുമ്പോൾ നമ്മൾ അങ്ങ് മടുത്തു പോകും. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പറയാനുള്ളത് അവരോട് പറയാം. കുറച്ച് ഫിഷൊക്കെ നേരത്തെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അത് മിണ്ടാതെ സഹിക്കുക എന്നുള്ളതും നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഈ പ്ലാനിങ് ഇതേപോലെ തന്നെ പോകണം. എങ്കിൽ പോലും നമുക്ക് 1 മണിക്കൂറെങ്കിലും വേണ്ട, ഒരു 20 മിനിറ്റ് എങ്കിലും ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് നമുക്കൊന്ന് നെയിൽ പോളിഷ് ഇടാനായാലും നമ്മുടെ ഹെയർ എല്ലാവരും പറയും അയ്യോ ഭയങ്കര മുടി കൊഴിച്ചിലാണ്. നമ്മൾ അതിനെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ കെയർ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, ഇൻലോസ് ഉള്ള ഫാമിലീസ് ആണ്, അവരുടെ എല്ലാം കാര്യം നോക്കണം. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ തന്നെ നോക്കാനുള്ള ഒരു സമയമില്ല. പിന്നെ ആ സ്ത്രീകൾക്ക് കിട്ടുന്നത് കുഞ്ഞുങ്ങൾ വലുതായി അവരവരുടെ കാര്യങ്ങൾ ചെയ്തു പോയി നോക്കുന്നു, അല്ലെങ്കിൽ പിള്ളേർ കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ പിള്ളേർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുറച്ച് സമയം, അപ്പോഴത്തേക്ക് നമ്മളുടെ മുഖത്തിന്റെ സ്കിൻ ടോൺ പോയി കഴിയും, മുടി കൊഴിഞ്ഞ് ഇവിടൊക്കെ കഷണ്ടിയായി തുടങ്ങി കഴിയും, പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, കൈവേദന കാലുവേദന 100,000 പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ ബാച്ചിലറായിട്ട് ഇരുന്നപ്പോൾ ഐ ഹാവ് മോർ ടൈം. ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് അതുമായിട്ട് ആ ബന്ധമൊക്കെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പോട്രി ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കുട്ടിയെ ഫോഴ്സ് ചെയ്യാണ്, വെദർ ഷീ ലൈക്സ് ഓർ നോട്ട്. ഇൻഡയറക്ട്ലി ഞാൻ കുട്ടിയുടെ അടുത്ത്, അല്ലെങ്കിൽ അവളെ എനിക്കിത് ഇഷ്ടമായിരുന്നു, അത് തെറ്റാണ്, പക്ഷെ സ്റ്റിൽ ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, ഏകദേശം. എല്ലാ അമ്മമാരല്ല, നമ്മൾ ആ ഒരു പണ്ട് തൊട്ടേ ഉള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് എന്താ, എനിക്കോ അങ്ങനെ പറ്റിയില്ല, എൻ്റെ ചെയ്യട്ടെ, എൻ്റെ മക്കളെങ്കിലും അങ്ങനെ ആകട്ടെ. ഒരുപാട് കേസസ് ഇപ്പം ചൈൽഡ് സൈക്കോളജിയുടെ വരുമ്പോഴത്തേക്ക്, ചൈൽഡിലുള്ള നമ്മളെ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടകരമായ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. എൻ്റെ ചേച്ചിയും ഞാനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം വീട്ടില് ചേച്ചി നന്നായിട്ട് പാടും, ഞാനും പാടും, അത്യാവശ്യം പാടും. അപ്പോൾ പക്ഷെ എന്ത് പറ്റി, വീട്ടില് ചേച്ചിക്ക് പ്രാധാന്യം കൊടുത്തു, അപ്പം പാടാൻ വിട്ടു, പാട്ട് പഠിപ്പിച്ചു. അപ്പോഴും ഞാൻ മനസ്സിൽ സങ്കടം കൊണ്ട് നോക്കി നിൽക്കുകയാണ്, എന്നെ വിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട്. എന്നെ അന്ന് പഠിപ്പിച്ചില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പം എനിക്ക് സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു കാൽക്കുലേറ്റഡ് രീതിയിൽ പോകാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അപ്പം അങ്ങനെയുള്ള വേദനകൾ ചുമക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, ഒരുപാട് സ്ത്രീകളുണ്ട്. അത് സ്ത്രീകളെന്ന് മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും ഉണ്ട്. നമ്മളിപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് 2 പേരും ബാലൻസ് ചെയ്യണം. അല്ലാതെ ഞാൻ ഈ ഫെമിനിസ്റ്റ് ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, അതൊന്നും പറഞ്ഞതല്ല. പക്ഷെ സ്റ്റിൽ നമ്മളുടെ വിഷമം കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു സൈക്കോളജി വേർഷൻ ആയിരിക്കത്തില്ല, ഒരു ലേമൻ വേർഷൻ. സാധാരണ സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്ന വേദന എന്റെ വേദനയാണ്, അല്ലേ? അപ്പം ആ ഒരു പെയിൻ ഇപ്പോഴും ഇത്രയും പ്രായമായിട്ടും ആ മനസ്സിൽ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു വേദന, അതായത് മൂത്തവൾ അവള് പഠിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഡാൻസ് പഠിക്കണം എന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. പാട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. അപ്പം അങ്ങനെ ആ ഒരു വേദന ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കാൻ വിടുന്നു. പക്ഷെ അവൾക്ക് അതിനകത്ത് ടാലന്റ് ഉണ്ടോ ഇല്ലയോ, അതില് ഞാൻ വിടുകയാണ് എൻ്റെ കുറവ് നികത്താൻ. അതെ, ഞാനാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. അതായത് നമ്മൾ ചില ഭർത്താക്കന്മാർക്ക് ഈ ടേസ്റ്റേ ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫാമിലി കൗൺസിലിംഗ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അവിയൽ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി, അവർ കുഞ്ഞിലെ മുതൽ ഒരു പെർട്ടിക്കുലർ പ്രായം വരെ ശീലിച്ചത് ഈ മീൻകറിയും ഈ അവിയലും ഈ സാമ്പാറും ഈ തോരനും ഇതൊക്കെയാണ്. അതായത് അവരുടെ ടേസ്റ്റ് അതുമായിട്ടങ്ങ് അഡാപ്റ്റ് ആയി, അല്ലേ? അവര് ആണെങ്കിൽ അപ്പം പറയും എൻ്റെ അമ്മ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയില്ല. നമ്മൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മൾ പറയും എനിക്കിഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കാനേ പറ്റുന്നേ ഇല്ല, അവർക്ക് വേണ്ടി ഞാൻ ചെയ്യും. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. എനിക്ക് പയറുതോരൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീട്ടിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പയറുതോരൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്തുവാ, ഞാൻ എൻ്റെ ഇഷ്ടം നോക്കാറില്ല, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം മാത്രമാണ് നോക്കുന്നത്. ഒരിക്കലുമല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ എവിടെയൊക്കെയോ
അറിയാതെ ഇൻജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യയായി കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് കുറച്ച് നാളങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തൊരു കാര്യവും നമ്മൾ അയ്യോ അവരെനിക്ക് ചെയ്തു തന്നില്ലല്ലോ, ഇവരെനിക്ക് ചെയ്തു തന്നില്ലല്ലോ. നമുക്ക് പേരൻസിന് ചിലപ്പോൾ ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന, അപ്പോൾ അവർ എല്ലാവരെയും ഒരേപോലെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യാറില്ലേ? അതെ, തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ സൈക്കോളജിയിൽ നമ്മളൊരു ചൈൽഡ് സൈക്കോളജിയിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു മൊമെന്റെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു കുഞ്ഞ് എന്തെങ്കിലും കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ടർക്കി ബെഡിലോട്ട് ഇടുന്ന ശീലമുള്ളതായിരിക്കാം. രണ്ടാമത്തെ ആള് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് കമ്പയർ ചെയ്യാതിരുന്നിട്ടുണ്ടോ, അവൻ അങ്ങനെ ചെയ്തില്ല, ഇതിനൊക്കെ എന്തുകൊണ്ട് ചെയ്തു, തീർച്ചയായിട്ടും കമ്പയർ ചെയ്യും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ ലൈഫാണ്, അല്ലെ ഒരു ലേമൻ ലൈഫാണ്. നമ്മൾ ചെയ്യും, നമ്മൾ വഴക്ക് പറഞ്ഞെന്നിരിക്കും, നമ്മൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയാറുണ്ട്, നീ ക്ലിനിക്കിലിരിക്കുന്ന ആ ഭാവം നമ്മുടെ ആ ഹോളിൽ കൊണ്ട്, അതായത് ലിവിങ് റൂമിൽ കൊണ്ട് ഫേസ് വെക്കണം. പക്ഷെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ എന്താ, അതേപോലെ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെരുമാറാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ചിലപ്പോൾ ഭദ്രകാളി രൂപമൊക്കെ കാണിച്ചെന്നിരിക്കും അല്ലേ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളോട്. പക്ഷെ നമ്മുടെ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് പാമ്പർ ചെയ്യുന്നത്? അപ്പം അതായത് ഓരോ മനുഷ്യരുടെയും ചിന്ത, എൻ്റെ കുട്ടി ഇത് ചെയ്താൽ നല്ലതായിരിക്കും. ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം അവരെ ഒരാളെങ്കിലും പഠിച്ചോട്ടെ എന്ന ചിന്തയിൽ കൊണ്ടെത്തിക്കുന്നത്. ചിലപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ പാടി കാണത്തില്ല. സിസ്റ്റർ ആയിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് എല്ലാ ദിവസവും നന്നായിട്ട് പാടുന്നുണ്ട്, ബാത്റൂമിലായാലും പാടുന്നുണ്ട്. നമ്മൾ ബാത്റൂമിൽ പോലും പാടുന്നില്ല, പുറത്ത് കൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ പറയാണ് എന്നാലും എന്നെ പഠിപ്പിച്ചില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു ബ്രദർ സിസ്റ്റർ ഉള്ളിടത്താണ്, അവന് മാത്രമേ അങ്ങനെ ചെയ്തുള്ളൂ, എനിക്ക് തന്നില്ലല്ലോ. ചിലപ്പോൾ ഓരോ പേരൻറ്റും ചിന്തിക്കുന്നത് നാളെ എൻ്റെ കൈ പിടിക്കാനായിട്ട് അവൻ പ്രാപ്തനാകണം. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പെൺകൊച്ചുങ്ങള് അവരെ കെട്ടിച്ചു വിടാനാണല്ലോ, അവരിനി വേറെ വീട്ടിലേക്ക് പോകാനാണല്ലോ. അപ്പോൾ നമ്മൾ എവിടേക്കോ നമ്മൾ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ഇങ്ങനെ അതെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ ഒരിക്കലും 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കരുത്. പാസ്റ്റ് തിങ്സ്, കഴിഞ്ഞ കാര്യങ്ങളെ കഴിഞ്ഞതായിട്ട് തന്നെ കാണണം. നമ്മൾ പ്രസന്റ് മൊമെന്റിലാണ് ജീവിക്കേണ്ടത്. ഇന്ന് ജീവിക്കാൻ പറ്റിയില്ലാതെ ചിലർ എന്നോട് വന്ന് പറയും, മാഡം ഞാൻ കുറേ സമ്പാദിക്കുന്നുണ്ട്, എന്തായാലും ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓക്കെ ആവും. ഒരിക്കലും അല്ല. യു ജസ്റ്റ് എൻജോയ് യുവർ മൊമെന്റ് എന്ന് പറഞ്ഞ് കുറേ എന്തെങ്കിലും ഡ്രസ്സ് വാരി കൂട്ടണമെന്നോ അല്ലെങ്കിൽ കുറേ ഫുഡ് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ കുറേ കാർ മേടിക്കണമെന്നൊന്നും അല്ല. നമ്മളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് മൊമെന്റ് ആണ്. നമ്മളൊരു എൻജോയ്മെന്റ് അവിടെ കാണണം. ഒരു റെസ്പോൺസിബിലിറ്റി വേഴ്സസ് ഒരു എൻജോയ്മെന്റ് ബാലൻസ് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഈ അമിത പ്രതീക്ഷയില്ലാത്തതും പാസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഒത്തിരി നമുക്ക് ട്രോമയായി വരാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മളെ വിഷമിപ്പിച്ചു, നമ്മുടെ മനസ്സിലത് എന്നാലും എന്നെ അവർ വിഷമിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും പോകാനില്ല. പോകുന്നത് മൊത്തം നമുക്കാണ്, നമ്മുടെ മെൻ്റൽ ലൈഫാണ് മാറുന്നത്. നമ്മുടെ ബാലൻസ്, അതായത് നമ്മുടെ ആ വർക്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും, നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ തോന്നും. അപ്പോൾ കഴിഞ്ഞതിനെ കഴിഞ്ഞതായിട്ട് കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ, നമുക്ക് ഇതുപോലെ ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ഇന്നൊരു വാക്ക് പറഞ്ഞു നടക്കൂ, വെള്ളത്തിൽ സംസാരിച്ചിട്ട് രാത്രി വെക്കൂ, രാവിലെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം നടക്കും, നിങ്ങളൊരു ഇത്രയും വാക്കുകൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ കാര്യം നടക്കും, നിങ്ങൾ കോടീശ്വരനാകും എന്ന് പറഞ്ഞ് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് മാനിഫെസ്റ്റേഷൻ ടോപ്പിക്. ഈ സൈക്കോളജിയും മാനിഫെസ്റ്റേഷനും തമ്മിൽ എപ്പോഴെങ്കിലും കോറിലേറ്റ് ചെയ്തിട്ടുണ്ടോ? കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായിട്ടും. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആട്ടോ. അഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻ, ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് സൈക്കോളജിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇപ്പം ഇത് പറഞ്ഞ പോലെ 369 ടെക്നിക്സ്. നമ്മൾ എന്തൊരു കാര്യത്തിനും ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ, നമ്മളൊരു എഫേർട്ട്, തോട്ട്സ്, ആക്ഷൻസ് ഓർ എഫേർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എയിമിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വീട്ടിൽ പറയാം, ദൈവമേ ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ, ലോട്ടറി. ചിലപ്പം ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ചിലപ്പോൾ ലോട്ടറി അടിക്കുമായിരിക്കും. എങ്കിൽ പോലും ഞാൻ ലോട്ടറി എടുക്കാതെ എനിക്ക് ലോട്ടറി അടിക്കുമോ?
തീർച്ചയായിട്ടും. അപ്പൊ എൻ്റെ തോട്ട്സും ആക്ഷൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു എയിമിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു റെറ്റിക്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ തോട്ട്സും ആക്ഷൻസും എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് പുള്ളി നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും. എന്തൊരു കാര്യവും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈക്കോളജിയിൽ അത് എന്നെ മാനിഫെസ്റ്റേഷൻ എന്നെ സൈക്കോളജിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിലിരിക്കുമ്പോഴാണ് കേട്ടോ. ഈ ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് വളരെ ടെൻഷനാണ്. എക്സാം പേടി, എക്സാം ഫീവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ. ഇവരങ്ങ് ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവും. അതൊരു ഫോബിക്ക് പോലെ അവർ കാണിക്കും. അപ്പോൾ എന്തെങ്കിലും മാത്സ് ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് പേടി. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്ക് തലയിറങ്ങി വീഴുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ബാത്റൂമിൽ തന്നെ ഇരിപ്പാം. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി. അതായത് പേടി കാരണം അല്ലെങ്കിൽ ഷിവർ ചെയ്യുന്നത് പോലെ തോന്നുന്നത്, ഒരു പാനിക് അറ്റാക്ക് പോലൊക്കെ വരുന്ന കേസസ് ഉണ്ട്. എന്നെ മാനിഫെസ്റ്റേഷൻ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിപ്പോൾ തെറാപ്പി ചെയ്യുമ്പോഴായാലും നമുക്ക് നമ്മുടേതായ ഒരു പൊടിക്കൈ അവിടെ ചേർക്കാൻ പറ്റും. മനസ്സിലായി. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വിഷ്വലൈസിങ് ആണല്ലോ. നമുക്ക് അവരെ തെറാപ്പി ചെയ്യുന്ന സമയത്ത് അവരുടെ എക്സാം അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ അവരുടെ എക്സാം കഴിയുന്നത് വരെ നമുക്ക് ഇവരെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ അത് ഒരു സ്ഥായിയായ വിഷ്വലൈസേഷനും ആ വിഷ്വലൈസേഷനും റിസൾട്ടും ഉണ്ടാവുമോ? തീർച്ചയായിട്ടും കൊണ്ട്. അതായത് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഉള്ളിൽ ആരോ ഉണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനെന്നുള്ള ഒരു തോന്നൽ മതി, ഒരു സ്പാർക്ക് മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു സ്പാർക്ക് തുടങ്ങിയതാണ് ഈ സ്പാർക്ക് ടോക്സ്. ഓക്കെ. അപ്പം നമുക്ക് അതായത് എല്ലാ മനുഷ്യർക്കും ഒരു ബെസ്റ്റ് ലിസണറിനെ അവരിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കാം. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, പക്ഷെ ഒരു ബെസ്റ്റ് ലിസണറിനെ അവർക്ക് കിട്ടത്തില്ല. അതുപോലെ ഈ എക്സാം പേടിയുള്ള ഒരു കുഞ്ഞിന് ശരിക്കും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് മറന്നുപോയതുപോലെ തോന്നും. നമുക്കിത് ഓർക്കുന്ന ഇത് എവിടെ പഠിച്ചായിരുന്നു, എപ്പോൾ പഠിച്ചതായിരുന്നു എന്നൊക്കെയുള്ള തോട്ട് വരും. അപ്പം നമ്മളിത് വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. നമ്മൾ തെറാപ്പിയിലൂടെയാണ് ചെയ്യുന്നത്. നമ്മളത് വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവരുടെ ബോക്സ് വെക്കുന്നത്, ഹാൾ ടിക്കറ്റ് എടുക്കുന്നത്, എക്സാം ഹാളിലേക്ക് വരുന്നത്, ആ ടീച്ചറിനെ നാളത്തെ ടൈം പീരീഡിലാണ് ഇത്. ഈ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സൈക്കോളജിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഷൻ കൊണ്ട് ഒരിക്കലും നമുക്ക് ഒരാളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ അവർക്ക് 3 സെഷൻ വേണ്ടി വരിക്കും, 4 സെഷൻ വേണ്ടി വരിക്കും, 5 സെഷൻസ് വേണ്ട വരുമായിരിക്കും. അതിലധികം പോയ സെഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ എല്ലാം ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നടക്കും. എക്സാം ടൈം ആയി, എക്സാം ഇപ്പം 20-ാം തീയതി ആണെങ്കിൽ 10-ാം തീയതി ഇവർക്ക് ടെൻഷൻ തുടങ്ങും. ശരിക്കും എക്സാം ഫിയർ പേരൻസിനാണ്. തീർച്ചയായിട്ടും നമ്മളല്ലേ അവരെ പ്രഷർ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം എൻ്റെ മോനെ സംബന്ധിച്ച് അവൻ നന്നായിട്ട് ചെയ്യും, പക്ഷെ എന്നാലും നമ്മൾ സ്ത്രീകൾ ലോല ഹൃദയരാണ്. നമ്മൾ കിടന്ന് ബഹളം വെച്ചിട്ട് ഉള്ള കോൺഫിഡൻസോടെ നഷ്ടപ്പെടുത്തും. അതായത് അവരെ പ്രഷറിലാക്കുന്നത് ശരിക്കും നമ്മളാണ്. അയ്യോ അങ്ങനെ പഠിക്കുക, ഇങ്ങനെ പഠിക്കുക, കാല് വെള്ളത്തിൽ വെക്കുക, അതെങ്കിലൊക്കെ ശരിക്കും. അതായത് അവർക്കറിയാം അവർ ചെയ്യാൻ. പിന്നെ ലേസി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഒരു സീരിയസ്നെസ് വരാത്ത കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ പക്ഷെ എക്സാമിന് 10 ദിവസം മുന്നേ അല്ല നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞിന് എന്താണൊരു പ്രോബ്ലം എന്ന് അനലൈസ് ചെയ്യേണ്ടത് അവൻ 10ാം ക്ലാസ് തുടങ്ങുമ്പോഴായിരിക്കണം. അല്ലെങ്കിൽ അതിനു മുന്നേ ഒരു 7th ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ അവരുടെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് അവർക്ക് എക്സാം ഫിയർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞുങ്ങൾക്കും പഠിക്കുന്നതായിട്ടുള്ള രീതി വ്യത്യാസമായിരിക്കും. ഇപ്പം നീതു പഠിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഞാൻ പഠിക്കുന്നത്. ഇപ്പം നീതുവിന് പെട്ടെന്ന് ഒന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, അതെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ്. അപ്പം നമുക്ക് ഈ 100 കൂട്ടം ജോലിയുടെ ഇടയ്ക്ക് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഭദ്രകാളി രൂപം, പിന്നെ കരച്ചിലായി, അടിയായി, പിടിച്ചിലായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് അത് ചെല്ലും. നീ പഠിപ്പിക്കണ്ട, നിന്റെ പഠിപ്പീര് ശരിയാവുന്നില്ല, നീ അവിടെ നിർത്ത്. അപ്പോഴത്തേനും പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്താ പറയാ, കുഞ്ഞുങ്ങൾ കുറച്ചൊരു ബെനിഫിറ്റ് എടുക്കും. എന്നാ കുറച്ചൊന്ന് ബഹളം വെച്ച് കഴിഞ്ഞാല് അപ്പം പറയുമല്ലോ വേണ്ട ഇന്ന് പഠിത്തം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ആ കുഞ്ഞിന്റെ പഠന രീതി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ പഠിച്ചാലാണ് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കൂടുതലും തിങ്ക് ആൻഡ് ലോജിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാവണം എനിക്ക് ഇതേപോലെയാണ് എഴുതേണ്ടത്. ഒരു എസ്സേ കാണുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു 3 സെന്റൻസ് എങ്കിലും ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഷൻ 2 സെന്റൻസ് ഉണ്ടായിരിക്കണം, അതിന്റെ 2 ബോഡി പാർട്ട് ഉണ്ടാകും. അതായത്
ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല, അവരെങ്ങനെയെങ്കിലും ഒക്കെ എഴുതി വെക്കും. ഇപ്പൊ പ്രിപ്പറേഷൻ നേരത്തെ തൊട്ട് തുടങ്ങണം. തീർച്ചയായിട്ടും 10th കുഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ +2 +1 മുതലേ തുടങ്ങണം. അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഈ കുട്ടികളിൽ എത്ര നാളത്തേക്ക് അതായത് പ്രാക്ടീസ് തുടങ്ങേണ്ടി വരും? നമ്മളൊരു 6-7 സെഷൻസ്. മാനിഫെസ്റ്റേഷൻ എന്ന് അത് പറയുന്നില്ല, നമ്മൾ തെറാപ്പി. ഇപ്പം ഒരു പാനിക് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അതായത് ചിലപ്പോൾ ആ കുഞ്ഞിന് കൗൺസിലിംഗ് കൊണ്ട് മാത്രം ശരിയായി എന്ന് വരത്തില്ല, അല്ലെങ്കിൽ തെറാപ്പി കൊണ്ട് മാത്രം ശരിയായി എന്ന് വരത്തില്ല. ചിലപ്പോൾ അവർക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരും. ഇതൊരു സൈക്കാട്രി ഇഷ്യൂ ആയിട്ട് മാറും. തീർച്ചയായിട്ടും അവർ ആൻഷ്യസ് ആവും, പാനിക് അറ്റാക്കിലേക്ക് പോകും. അപ്പൊ നമ്മള് കൗൺസിലിംഗ് സാരമില്ല, നിങ്ങൾ ഇന്ന് നാളെയാവും, നാളെയാവും, പക്ഷെ നാളെ ശരിയാകും എന്ന് പറഞ്ഞ് ഒരിക്കലും നിർത്തരുത്. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ക്ലയന്റിന് കൗൺസിലിംഗ് ആണോ ആവശ്യം, അതോ സൈക്കാട്രിക് മെഡിസിൻ ആണോ ആവശ്യം എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിക്ക് ഒരു സൈക്കാട്രിക് മെഡിസിനിലേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും. പിന്നെയും അവരുടെ സിംറ്റംസ് കൊണ്ടും അവരുടെ കണ്ടീഷൻസ് കൊണ്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതായത് ഇപ്പൊ എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, എന്നോട് പറയും, എന്തെങ്കിലും ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ചേച്ചി എനിക്ക് സന്ധ്യ കഴിഞ്ഞിട്ടുള്ള ഒരു സെഷനെ വെക്കാവോ, ആരെങ്കിലും ഒക്കെ കണ്ടാലോ. നമ്മുടെ വിഷമങ്ങൾ പറയാൻ സൊസൈറ്റിക്ക് ഇപ്പൊ ഒരു സ്റ്റിഗ്മ എന്ന് തന്നെ പറയാം, ഒരു ടാബോ. അതേപോലെ അതായത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളായാലും ഒരു കാര്യം നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ പീരിയഡ്സിന് മുന്നേ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട്, അല്ലെ നമ്മളൊരു എന്തെങ്കിലും ബേബി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഒരു അപ്പോൾ നമുക്ക് ഈ പെരിപാട്ടം ഓൺസെറ്റ് എന്നൊക്കെ പറയുന്നത്, അപ്പം നമുക്ക് ഈ ഡിപ്രഷൻ ആണോ അതോ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് അത് അഹങ്കാരമായിട്ടാണ്. പലരും ചോദിക്കുമ്പോൾ പറയും, എന്തൊരു അഹങ്കാരം അവള് വീട്ടിൽ കാണിക്കുന്നത്, ഡെലിവറി കഴിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങിയാൽ പോരെ, ഉറക്കം വരണ്ടേ, നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ പറയാം, അത് സാരമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അടുത്ത് നമ്മൾ റിലീജിയസ് പരമായിട്ട് ചിന്തിക്കും. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും. ഏതായിക്കോട്ടെ, ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അച്ഛനെ കൊണ്ടുവന്ന് തലയ്ക്ക് പിടിച്ച് അങ്ങ് പ്രാർത്ഥിപ്പിച്ചേക്കാം എന്നതിനേക്കാൾ അവരുടെ പ്രോബ്ലം അവിടെ മാറുന്നുണ്ടോ എന്നതുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു പ്രാർത്ഥിച്ച് ശരിക്കും പ്രെയർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്കൊരു വിഷമമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ അല്ലെ എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സന്തോഷങ്ങളെല്ലാം എനിക്ക് മാത്രമാണ് അറിയാവുന്നത്. ചില അസൂയകളായാലും എനിക്കിത് ചിലപ്പോൾ വേറൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിത് ഷെയർ ചെയ്തില്ലെങ്കിൽ എന്നാ പ്രശ്നം വരുന്നതെന്ന് അറിയാമോ, ഇത് നമ്മൾ ബേസ്റ്റ് ഔട്ട് ആവും. നമ്മൾ എവിടെങ്കിലും ഒക്കെ അങ്ങ് പൊട്ടിത്തെറിക്കും, വേണ്ടാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കും. അത് വഴക്കുകളാവും, കലഹങ്ങളാവും, പ്രശ്നങ്ങളാവും. അതിനേക്കാൾ നല്ലത് ഡെയിലി നമ്മൾ കുറച്ച് സമയം നമ്മൾ പ്രെയർ ഇപ്പം ചിലർ എന്നോട് പറയാറുണ്ട്, ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കില്ല, എനിക്കങ്ങനെ തോന്നാറില്ല. വേണ്ട, ഏതെങ്കിലും ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ചിലർ പള്ളിയിൽ ചെന്ന് അങ്ങനെയിരിക്കും, ചിലർ അമ്പലത്തിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ആണെങ്കിൽ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളെല്ലാം ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ. ആരോടെങ്കിലും പറയാതെ നമുക്കിത് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു നല്ല പ്രായം വരുമ്പോഴത്തേക്ക് അതൊരു ആൻസൈറ്റിയിലേക്ക് മാറുന്നതിനേക്കാളും നമ്മൾ വെൻ്റ് ഔട്ട് ചെയ്യുക. ഞാനിത് പറഞ്ഞപ്പോൾ വേറൊരു ഇൻസിഡൻറ്റ് ഓർക്കുമായിരുന്നു പാരലലി. എനിക്കൊരു അമ്പലത്തിലൊരു തിരുമേനി അറിയാം, ഒരു കൊച്ചു പയ്യനാണ്, ചെറു പ്രായത്തിൽ അമ്പലത്തിൽ ഇതിനു വേണ്ടി പൂജയ്ക്ക് കയറിയതാണ് അവൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട്. അപ്പം അതിൽ കയറിയപ്പം അവന് ഒരുപാട് കടബാധ്യതകളുണ്ട്. അച്ഛനില്ല, അച്ഛൻ മരിച്ചു പോയതല്ല, ഇല്ല, കളഞ്ഞിട്ട് പോയി. അപ്പം അമ്മയും നോക്കേണ്ട ഉത്തരവാദിത്വം ഇവനാണ്. വേറെ ആരും എവിടെ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്നവരില്ല. അപ്പം ഇവന് വേറെ വലിയ പഠിപ്പും അങ്ങനെ പോയി ഒരുപാട് അവൻ്റെ മാസത്തെ ഒരു എക്സ്പെൻസ് നോക്കുന്ന ഉടനെ അത് ടാലി ആക്കാൻ ഈ ഒരു ജോലിക്ക് കയറിയാലേ കുറച്ചെങ്കിലും മെച്ചം കിട്ടുള്ളൂ. അവൻ അറിയാവുന്ന പണിയുമാണ്. അപ്പം അങ്ങനെ കയറി. അന്നേരം ഒരിക്കൽ അവൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ചേച്ചി വീട്ടിൽ കടം ഉണ്ട്, ബില്ലടയ്ക്കാൻ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കൈ നീട്ടാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ അടുത്ത് ഇല്ല എന്ന് പറയാൻ അറിയത്തില്ല, അമ്മയുടെ ചെലവ്, അമ്മയ്ക്കുള്ള മെഡിക്കൽ എക്സ്പെൻസസ്, ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ ഞാൻ ആരോട് പോയി വെൻ്റ് ഔട്ട് ചെയ്യും? എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാൻ പുള്ളി സ്ഥലത്തില്ല. പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞാൽ പബ്ലിക്ക് നാളെ ഇത് വെച്ചിട്ട് നാളെ എന്നെ തന്നെ തിരിഞ്ഞു കടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യുന്നത്? ഇപ്പം ചോദിച്ചപ്പോൾ എന്നോട് പറയാം, ഞാൻ രാവിലെ ചെന്ന് അമ്പലത്തിൽ നട തുറക്കാൻ വേണ്ടി അമ്പലം തുറക്കുമ്പോൾ, ശ്രീകോവിൽ തുറക്കുമ്പം അവിടെ ഒരു മനുഷ്യനും കാണത്തില്ല. ശരിക്കും പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. അവിടെ ഒരു മനുഷ്യനും കാണത്തില്ല. അവിടെ പച്ചയായിട്ടുള്ളൊരു കല്ല്, നമ്മൾ ഭഗവാനെ പോയി വിളിക്കുന്ന ആ ഒരു കല്ല് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ഞാനും ആ ഭഗവാൻ
സങ്കല്പിച്ച ആ കല്ല് മാത്രമാണ് അവിടെ ഉള്ളത്. കെട്ടിപ്പിടിച്ച് കരയും ചേച്ചി. അപ്പോൾ ആ കരഞ്ഞു തീർത്തിട്ടാണ് എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ അവിടെയാണ് പോയി പറയുന്നത്. കാരണം വേറെ കൂട്ടുകാരുടെ അടുത്ത് പറയാനൊക്കത്തില്ല, വേറെ ആരുടെ പറയാനൊക്കത്തില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ, ആരും ഇല്ല, ഇല്ലാത്തവരും വെന്റ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അതിന് പ്രയർ എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്. നമ്മളത് പ്രയർ എന്ന് വിചാരിക്കണ്ട. നമ്മുടെ വിഷമങ്ങൾ പറയാന്, നമ്മുടെ ആഗ്രഹങ്ങൾ പറയാന്, എനിക്കത് ചെയ്തു തരണം, നമ്മുടെ സ്വപ്നങ്ങൾ പറയാൻ നമുക്ക് എവിടെയൊക്കെയോ കൊണ്ടുവയ്ക്കാൻ പറ്റിയൊരു സ്ഥലം. എനിക്കന്ന് ഗീവർഗീസ് പുണ്യാളനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞാൻ എടപ്പള്ളി പള്ളിയിൽ മിക്കവാറും പോകും. നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയതുപോലെ ഒരു ഫീലിംഗ്. എന്നാലും പറയും, ദേ നീ നോക്കിക്കോണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആരോടോ ഒന്ന് പറഞ്ഞു, ആരോ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ ഈ ഇൻഡെക്സ് ഫിംഗർ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമാണെന്ന് വിചാരിച്ചേക്ക്. ഇതിൽ സയന്റിഫിക് ഇതൊന്നും തേടി പോകണ്ട കേട്ടോ, അതൊന്നുമില്ല. അപ്പം അതായത് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടർ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാ. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് കൈ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ ഇൻഡെക്സ് ഫിംഗറിൽ നിങ്ങൾ ഇഷ്ടമുള്ള ആളാണെന്ന് വിചാരിച്ചേക്കും. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്തേക്ക്. മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടോ, ഒന്ന് ഹോൾഡ് ചെയ്തേക്ക്. പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ലേ, ഒന്ന് ഹോൾഡ് ചെയ്തേക്ക്. കാരണം അപ്പൊ എന്നിട്ട് ഞാൻ എപ്പോഴും പറയും, പഠിക്കാതെ പോയിട്ട് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമുക്ക് ആരോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ നമ്മളത് മിമിക് ചെയ്ത് കൊടുക്കും. നമ്മൾ ഒരിക്കലും അതൊരു മാനിഫെസ്റ്റേഷൻ എന്നല്ല. സൈക്കോളജിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേൾക്കുന്നത് കാര്യങ്ങളും നമ്മൾ കണ്ട കാര്യത്തിനേക്കാളും എപ്പോഴും നമ്മൾക്ക് ഇഷ്ടം ടച്ചിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ പറയാണ്, അവര് തന്നെയുള്ള സമയത്ത് എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചോണ്ടിരിക്കുക പോസിബിൾ അല്ല. എപ്പോഴും ഒരു അമ്മയോട് കരഞ്ഞോണ്ടിരിക്കുന്നത് പോസിബിൾ അല്ല. ഹീലിംഗ് പഠിക്കണം. എപ്പോഴും നമ്മൾ പഠിക്കേണ്ട ഓരോ കാര്യങ്ങൾ. അതായത് എൻ്റെ എൻ്റെ ഒരു ഹീലിംഗ് ആയിരിക്കില്ല വേറെ ഒരാളുടെ ഹീലിംഗ്. അപ്പം നമ്മളായിട്ട് തന്നെ നമ്മളെ ഹീൽ ചെയ്യാൻ പഠിക്കണം. എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് എനിക്കൊരു ആശ്വാസം കിട്ടുന്നത്, ഇനി ഞാൻ പൊട്ടിക്കരഞ്ഞാലാണോ എനിക്ക് ആശ്വാസം കിട്ടുന്നത്, യു ജസ്റ്റ് ഡു ഇറ്റ്. നമ്മളെപ്പോഴും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യത്തില്ല. നമ്മൾ ഭയങ്കര മടിയാണ് നമുക്ക്. നമ്മൾ എന്തുകൊണ്ടാണ് കഥകളി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അവരുടെ ആ ഭാവം, അവരുടെ ഡാൻസ് ഏതായാലും അവരുടെ ആ ഭാവം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ദേഷ്യമാണെങ്കിൽ അങ്ങനെ, അല്ല സന്തോഷമാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് കരച്ചിലാണോ വരുന്നത്, പക്ഷെ അന്നേരം നമ്മൾ ഇമോഷൻസ് എഴുതി ദേഷ്യമാണ് കാണിക്കുന്നെങ്കിൽ അഹങ്കാരി എന്നുള്ള പേരും കിട്ടില്ലേ? തീർച്ചയായിട്ടും വരും. ഒരിക്കലും ഒരാളുടെ മുന്നിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് അഹങ്കാരി എന്നെ ട്രോൾ ചെയ്താലും ശരി, ഞാൻ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു പരിധി കഴിഞ്ഞ ദേഷ്യം എന്നല്ല, ഷോർട്ട് ടെമ്പേർഡ് ആണ്. എന്തുകൊണ്ട് ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ, ഞാൻ ഈ തിരുമേനിയുടെ കാര്യം പറഞ്ഞ പോലെ, എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു വെന്റ് ഔട്ട് ചെയ്യാൻ സ്പേസ് കിട്ടിയിട്ടില്ല. പണ്ട് മുതലേ എനിക്ക് കിട്ടിയിട്ടുള്ള ട്രോമ കംപ്ലീറ്റ് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഫോസിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുക, ലെയർ ബൈ ലെയർ ബൈ ലെയർ ബൈ. അപ്പം എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസ് കിട്ടുന്ന ഉടനെ ഞാൻ അതിനെ ഈ പഴയതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് ഇത് പൊട്ടിത്തെറിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അന്നേരം അത് ദേഷ്യഭാവമായിരിക്കും. അന്നേരം ചിലപ്പം അടിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ ഈ മുമ്പേ പറഞ്ഞ പോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അല്ല, ഒരുപാടല്ല, എന്നാലും ഒരെണ്ണം കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ഫ്രണ്ടിലോട്ട് വന്നാൽ കിട്ടും. അപ്പം പരിസരം ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ദേഷ്യഭാവത്തിലാണെങ്കിൽ ആരും എൻ്റെ അടുത്തോട്ട് അങ്ങനെ വരാറില്ല. കുറച്ച് കഴിഞ്ഞൊന്ന് ശാന്തമാകുമ്പോഴായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ആങ്കർ എന്ന് പറയുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാനാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. അപ്പം എനിക്ക് കിട്ടുന്ന ഒരു പേര് വഴക്കാളി, അഹങ്കാരി. അയ്യോ, അവളോ, ഒരു തലതെറിച്ച് ഇതാണ് കേൾക്കുന്നത്. ഇത് കേൾക്കുന്ന ഉടനെ നമുക്ക് ഇതിൽ കൂടുതൽ സങ്കടം വരും. നമ്മളുടെ ദേഷ്യപ്പെടുന്നതിന്റെ റീസൺ എന്താന്ന് ചോദിക്കാൻ ആരുമില്ല. പക്ഷെ നമ്മളെ കുറ്റം പറയാൻ 1008 കൈകളാണ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ സെനാരിയോയിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ഇങ്ങനത്തെ സെനാരിയോ ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നത്. ചിലർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും, ചിലർ അതിനെ വീണ്ടും ഈ ഒരു ആങ്കർ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാൽ പിന്നെ ഞാൻ സബ്സൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സബ്സൈഡ് ചെയ്ത് അത് അവസാനം ഡിവോഴ്സിൽ കലാശിക്കുന്ന ഫാമിലീസും ഉണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളും അജിനയ്ക്ക് ഉണ്ടായി കാണുമായിരിക്കുമല്ലോ അല്ലെ സൈക്കോളജി? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഡിവോഴ്സ് കേസിലിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ എന്തോ ഒരു സ്വർഗത്തിലാണ് താമസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് നമ്മളായിട്ട് എന്തെങ്കിലും അഹങ്കാരം കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ചില ഫാമിലീസ് അങ്ങനെയല്ല. അവര് സ്ട്രഗിൾ ചെയ്യുന്നത്
അതായത് ആരും അവരെ സഹായിക്കാനില്ലാത്തൊരവസ്ഥ. അപ്പം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വിട്ടു, ഒരു ഡിവേഴ്സ് ആകേണ്ട ഒരു കേസാണ്. പക്ഷെ അവളുടെ എന്നോടുള്ള ആദ്യത്തെ തോട്ട് എന്നോട് പറഞ്ഞത്, എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ ഞാൻ ഡിവേഴ്സായി എന്ന് പറയുന്നത് അവർക്ക് നാണക്കേടാണ്. എൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ ഡിവേഴ്സായി വന്ന് നിൽക്കുന്നത് നാണക്കേടാണ്ട്. എൻ്റെ സഹോദരി കല്യാണം കഴിച്ചതാണ്, അവളുടെ വീട്ടിൽ ഞാൻ ഡിവേഴ്സായി വന്നു നിന്നേ പ്രശ്നമുണ്ട്. എൻ്റെ ബ്രദർ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം ഞാൻ ഡിവേഴ്സായി വീട്ടിൽ വന്നു നിന്നാൽ അവന് നല്ലൊരു കല്യാണം ലഭിക്കത്തില്ല. നമ്മൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ഫാമിലിയുമായിട്ട് ഇങ്ങനെ, ഞാൻ ആദ്യം പറഞ്ഞ ഓർബിറ്റുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. അവരെന്ത് വിചാരിക്കും, വാട്ട് അതേഴ്സ് തിങ്ക്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. നമുക്ക് പറ്റില്ല എങ്കിൽ അത് സേഫായിട്ട് സന്തോഷത്തോടെ അത് പിരിയാൻ ശ്രമിക്കണം. ഒരു ഹെൽത്തി ഡിവോഴ്സ്. നമ്മളിപ്പോൾ ഒരു ഡിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം അവിടെ അവസാനിക്കുകയല്ല. ഒരു ചെറിയ കഥയുണ്ട് കേട്ടോ. അതായത് ഒരു ക്രിസ്ത്യൻ ഫാമിലി, ഞാൻ കൂടുതലും ക്രിസ്ത്യൻ ആയതുകൊണ്ട് കേട്ടോ ക്രിസ്ത്യൻ്റെ ഇത്. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇവര് ഭയങ്കര ബോണ്ടാണ്. പുള്ളി ഇല്ലാതെ പുള്ളിക്കാരി പുറത്തു പോയില്ല. ഇവർ രണ്ടും ഭയങ്കര, എവിടെ പോയാലും ഇല്ല മറ്റേ ബോബനും മോളിയും പോലെ ഇങ്ങനെ കൂടെ നടക്കും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ദൈവം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ദേ നിന്റെ സമയം എവിടത്തെ കഴിഞ്ഞു. അപ്പം ചോദിച്ചു, എവിടത്തെ കഴിഞ്ഞു? നിന്റെ ഭൂമിയിലെ സമയമൊക്കെ കഴിഞ്ഞു, നീ പോവാൻ റെഡി ആയിക്കിട്ടിരുന്നോ? അപ്പൊ ഈ ആള് പറഞ്ഞു, അയ്യോ പറ്റത്തില്ല കേട്ടോ, എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു, ഇല്ല നിന്റെ സമയമില്ല, സമയമൊക്കെ ആയിട്ടുണ്ട്, ഇനി പോയേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു, അയ്യോ എൻ്റെ വൈഫ് ഞാനില്ലാതെ പുറത്തു പോകത്തില്ല, ഞാനില്ലാതെ അവളൊരു കടയിൽ പോകത്തില്ല, ഞാനില്ലാതെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യത്തില്ല, എന്തിനൊരു പൊട്ട് പോലും അവൾ എടുത്തില്ല. അല്ല അപ്പൊ അന്നേരം ദൈവം പറഞ്ഞു, അപ്പൊ നിനക്ക് നിന്റെ സമയം ഇതാണ്, നീ ജനിച്ചപ്പോ തന്നെ നിന്റെ സമയം പറഞ്ഞിരുന്നതാ, എനിക്ക് നിന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പൊ ഈ പുള്ളി ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ഒരു 30 days, പക്ഷെ നീ മരിക്കും, 30 days നീ ഇവിടെ നിന്നോ. അപ്പൊ പറഞ്ഞ അപ്പൊ എനിക്ക് അവരെ കാണാൻ പറ്റും, അവരെ നിനക്ക് കാണാൻ പറ്റും, പക്ഷെ അവരെ നിനക്ക് കാണാൻ പറ്റും, നിന്നെ കാണണമെങ്കിൽ പറ്റില്ല. അപ്പൊ ഈ പുള്ളി കുറച്ചു നേരം ആലോചിച്ച, ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ 30 ദിവസമെങ്കിലും എൻ്റെ ഭാര്യയുടെ കൂടെ കിട്ടുമല്ലോ. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യത്തെ ദിവസം നല്ല മുറയിട്ട് കരച്ചില്, ഭാര്യ സഹിക്കാൻ പറ്റുന്നില്ല, ഭാര്യ അവിടെ തല ഇറങ്ങി വീണു, പ്രശ്നമായി, മക്കള് കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലാവുന്നു. 2-3 days കഴിഞ്ഞപ്പോഴത്തേന് റിലേറ്റീവ്സ് എല്ലാം പോകാൻ തുടങ്ങി. കുറച്ച് തന്നെ ആവുന്നുണ്ട്. ഈ 7-ന്റെ അന്നും 6-ന്റെ അന്നും 8-ന്റെ അന്നും ഒക്കെ വന്ന് ഫോട്ടോ എടുത്തു വന്നിട്ട് എൻ്റെ ഇച്ചായ എന്ന് പറഞ്ഞ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. അതായത് ഭയങ്കര കരച്ചില്. അന്നേരം ഈ ദൈവത്തോട് പറഞ്ഞ, കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അവൾക്കിപ്പോൾ ഞാനില്ലാതെ പറ്റത്തില്ലെന്ന്. എന്നിട്ട് കാറിന്റെ അവിടെ വന്ന് നോക്കി കരയുന്നു, ബുള്ളറ്റിന്റെ അവിടെ വന്ന് നോക്കി കരയുന്നു. അവിടെ എന്തൊക്കെ സാധനങ്ങൾ പുള്ളി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒരു ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ വന്നിട്ട് നോക്കി കരയുന്നു. പുള്ളിയുടെ ഒരു പെറ്റുണ്ട്, അതിനെ നോക്കി വന്ന് കരയുന്നു. കരച്ചില്ല. ഞാൻ പറഞ്ഞില്ല പറ്റത്തില്ല, അവള് ഞാനില്ലാതെ പറ്റില്ല, അവള് മുന്നോട്ട് പോയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഫോൺ കോൾസ് ഒക്കെ കുറയാൻ തുടങ്ങി, ആശ്വസിപ്പിക്കുന്ന ഫോൺ കോൾസ് കുറയാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടേ മതിയാകും കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്കിന്റെ കണക്കുകളൊക്കെ എടുത്തേ മതിയാകും, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, ബാങ്കിൽ പോയേ പറ്റുള്ളൂ. നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടേതായ ലോകത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പം കടയിൽ പോയേ പറ്റുള്ളൂ, വേറെ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല, പ്രായമായ പേരൻസ് ആണ്. സൂപ്പർ മാർക്കറ്റിൽ പോകാൻ തുടങ്ങി, ബാങ്കിൽ പോകാൻ തുടങ്ങി, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, സമയം കുറഞ്ഞു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എന്നാ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, കരയുന്നുണ്ട്. കാരണം നമ്മുടെ കണ്ണടയുന്നത് വരെ നമ്മുടെ ഒരു ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോസ് അല്ലേ. നമ്മുടെ കൂടെ തന്നെ എപ്പോഴും അവരുണ്ടാകും. എങ്കിൽ പോലും പതുക്കെ പതുക്കെ ആ ചിന്തകളും ഓർമ്മകളും ഒക്കെ കുറയാനായിട്ട് തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ കാണാൻ തുടങ്ങി, കോമഡി സീൻസ് കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഒരു 20-25 days ആയപ്പോഴത്തേക്ക്, അതായത് ഏകദേശം ഒരു കുറച്ച് നോർമൽ അവസ്ഥയിലേക്ക് അവൾ ആകാൻ തുടങ്ങി. മക്കൾ പറഞ്ഞു, എനിക്ക് ഈ സിനിമ കാണാൻ പോകണം. അവളെ സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഡ്രൈവിംഗ് അറിയത്തില്ല എന്ന് പറഞ്ഞവർ ഡ്രൈവിംഗ് പോയി പഠിച്ച് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് എവിടെങ്കിലുമൊക്കെ ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നത്, അതായത് അവരില്ലാതെ ഇവരില്ല, ഇവരില്ലാതെ അവരില്ല എന്നൊന്നുമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ വെക്കരുത്. നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ പഠിക്കണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം.